ഹായ് ഹലോ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സൺഡേ കുക്കിംഗ് വ്ലോഗും ആയിട്ടാട്ടോ. അപ്പൊ യൂഷ്വലി ഞങ്ങൾ സൺഡേസിൽ ചിക്കനോ മട്ടനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും ആട്ടോ വാങ്ങിക്കാറുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഫിഷിന്റെ വിഭവങ്ങളായാലോ എന്ന്. അപ്പൊ നമുക്ക് നോക്കാം ഞാൻ ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് ആദ്യം കേര മുളക് ചാറ് വെക്കാട്ടോ. ഒരുപാട് നാൾക്ക് ശേഷമാട്ടോ എനിക്ക് കേര കിട്ടുന്നത്. ഇവിടെ കുഞ്ഞുള്ളി എന്റെ കയ്യിൽ ഉണ്ട് കേട്ടോ, പക്ഷെ കുഞ്ഞുള്ളിക്ക് ഭയങ്കര വിലയാ. അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മുളക് ചാറല്ലേ, സവാള ഇട്ടാലും കുഴപ്പമില്ല, നല്ലതാ. അങ്ങനെയൊക്കെ പറയാം. ടേസ്റ്റ് എപ്പോഴും കുഞ്ഞുള്ളി ഇടുമ്പോഴാണേ. അപ്പൊ നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കാം. പച്ചമുളകും അരിഞ്ഞ് കറിവേപ്പിലയും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീൻകറിക്കുള്ള കാര്യം റെഡിയായേ. ഞാൻ ഒരു ദിവസം ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുക്ക് ഇതിലിട്ട് ഇടിച്ചതാ. ചുക്ക് ഇട്ട് പൊടിഞ്ഞുമില്ല, ഇതിലൊരു പീസ് അങ്ങ് തെറിച്ച് പോവുകയും ചെയ്ത്. അപ്പൊ ഇത് 1.5 മാസം മുന്നേ ആട്ടോ. അപ്പൊ എന്റെ കെട്ടൻ എന്നോട് പറഞ്ഞത് നന്നായി ഒന്നൊരു ഒട്ടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. ഇതുവരെ നടന്നിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല, എനിക്ക് അതിലിട്ട് ഇടിക്കാനും ചതയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഞാൻ 2-3 കുടംപുള്ളി എടുത്തിട്ടേ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുവാണ്. ഞാൻ ഇപ്പൊ ചൂടുവെള്ളമാണ് ഇതിൽ ഒഴിക്കുന്നത്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, പച്ചവെള്ളമാണ് സാധാരണ ഞാൻ ഒഴിച്ചു വെക്കുന്നത്. ഞാൻ മീൻകറി ഉണ്ടാക്കുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും അടുപ്പിച്ച് വെക്കുവാണ്. അപ്പൊ ഒരു മിക്സിയുടെ ജാറിൽ ഒരു 2 കുഞ്ഞു തക്കാളി ഞാൻ അരിഞ്ഞെടുത്ത് വെക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കെ. ഈ ചിലവർക്ക് ഇങ്ങനെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് മൂപ്പിക്കുമ്പോൾ അത് ഒരുപാട് മൂത്ത് പോയി കഴിക്കുന്നൊക്കെ പറയല്ലോ. അതിന് പകരം ഇങ്ങനെ ചെയ്തിട്ടൊന്ന് എണ്ണ തെളിയുന്നവരെ ഒന്ന് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതാട്ടോ നല്ലത്. മറ്റൊന്ന് മൂത്തൊക്കെ പോയ കറിയുടെ ടേസ്റ്റ് അങ്ങ് പോകും. ഞാൻ അടുപ്പത്തെ ചട്ടി വെച്ചിട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതായിട്ട് ചൂടാകുമ്പോൾ കടുക് അങ്ങ് ഇട്ടിട്ട് കൊടുക്കുക. അപ്പൊ കടുക് അങ്ങ് കിടന്ന് പൊട്ടും. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവയും കൂടി എടുത്ത് അങ്ങ് പൊട്ടിക്കണം. ഈ രണ്ടും കൂടി അങ്ങ് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് സവാളയും വെളുത്തുള്ളി ഇഞ്ചിക്കായി നമ്മൾ ചതച്ചും അരിഞ്ഞൊക്കെ വെച്ചില്ലേ, അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചാൽ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉണ്ടല്ലോ, ആ കളർ വെള്ളം, അതങ്ങ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ചെറുതീയിലിട്ടിട്ട് എണ്ണ തെളിയണം. എണ്ണ തെളിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത പരിപാടിയിലിട്ട് കിടക്കുന്നത്. ഇനി ഈ മസാലയിൽ നിന്ന് നമ്മൾ ഇതിന്റെ പകുതി എടുത്ത് നമ്മൾ ആദ്യം ഒരു ജാറിൽ തക്കാളി കരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അതിലോട്ട് ചേർത്തിട്ട് നല്ലതായിട്ട് അരച്ചങ്ങ് എടുത്തോണ്ട് വരണേ. ഇതിന്റെ ഇടയിൽ നമ്മൾ ആ കുടംപുളിയും ഉപ്പുവെല്ലൊക്കെ ഇട്ട് വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാട്ടോ. അപ്പൊ നമ്മൾ അരച്ചു കൊണ്ടുവന്ന മസാല ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണേ. മീൻ വേകാനുള്ള ആവശ്യത്തിനുള്ള അരപ്പിനും എല്ലാം കൂടി ചേർത്ത് എന്തോരം വെള്ളം വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മുടെ കേരമീനും അതിലിട്ട് ഇടുക. എന്നിട്ട് ഒന്ന് കുറച്ചേരം അടച്ചു വെച്ച് വേവിക്കുക. അതിന്റെ കൂടെ തന്നെ കുറച്ച് ഉലുവപ്പൊടി ആഡ് ചെയ്യണം. ഉപ്പ് വേണമെങ്കിൽ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇത് അവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് ഇനി അടുത്തത് മത്തിക്കറി അല്ലെങ്കിൽ ചാളക്കറി. ഞങ്ങളുടെ നാട്ടിൽ ചാള എന്നാട്ടോ പറഞ്ഞേ. നമുക്ക് ഈ ചാള തേങ്ങ അരച്ച് വെക്കാൻ പോവാം. ഇത് കുടംപുളി ഇട്ട കറിയല്ല കേട്ടോ, മാങ്ങ ഇട്ട കറിയാണ്. ചാളയും മാങ്ങയാണ്. അപ്പൊ ഒരു മാങ്ങ മൊത്തം കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങ എടുത്ത് ഇതില് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എന്താ ചിരിക്കുന്നത് വെച്ചാൽ മറ്റേ കറി ഉണ്ടാക്കിയപ്പോ കുഞ്ഞുള്ളി വില കൂടുതലാന്ന് പറഞ്ഞ് ഇട്ടില്ലല്ലോ. അപ്പൊ ഈ മുളകറി എന്റെ കെട്ടിയവനും ഫ്രണ്ട്സിനുമാണ്. ഈ ചാളക്കറിയാണ് എന്റെ. അപ്പൊ ഞാൻ അധികം കുഞ്ഞുള്ളിയൊക്കെ ഇടുന്നുണ്ട്. അത് ഓർത്തിട്ട് ചിരിക്കുന്നത്. മുളകറിയിൽ സവാള ഇട്ടാലും കുഴപ്പമില്ല, ഇതില് സവാള ഇട്ട് അരച്ചാൽ കൊള്ളത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിലോട്ടെ 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഇനി ഇതെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു ചട്ടി എടുത്തിട്ട് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഇതിലോട്ട് ഇടണേ. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ബാക്കിയുള്ള അരപ്പ് മിക്സിയിൽ നിന്ന് കഴുകി ഇതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് മത്തിയും നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയും പിന്നെ ആവശ്യത്തിന് പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാട്ടോ. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടോ. എന്നിട്ട് പാകത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം വെള്ളമൊക്കെ ഉണ്ടോ എന്ന് നോക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് വേവിക്കാൻ വെക്കാട്ടോ. ഞാൻ ഇതിലൊരു കാര്യം ഇടാൻ മറന്നുപോയി, മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി. ഞാൻ ഈ കറിയിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ മുളക് കറി ഉണ്ടല്ലോ, നല്ല ചെറു തീയിൽ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ നോക്കാം, അത് എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്ന് സെറ്റ് ആയെങ്കിൽ നമുക്ക് അത് മാറ്റിയിട്ട് നമുക്ക് ഈ കറി അടുപ്പത്ത് കയറ്റാം. ഇനി മത്തിക്കറി ഇരുന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ വറുക്കാനുള്ള പരിപാടികൾ നോക്കാം. പറഞ്ഞ പോലെ ഒരു പാത്രം എടുക്കുക. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുക, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇടുക, പിന്നെ ഉപ്പിടുക. എന്നിട്ട് അതിലിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. ഒരു കാര്യം മറന്നുപോയി, മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമുക്ക് ഈ സ്പൂൺ കൊണ്ടുള്ള മിക്സിംഗ് ഒന്നും പറ്റത്തില്ല, എനിക്ക് കൈ കൊണ്ടേ പറ്റത്തുള്ളൂ. കൈ കൊണ്ട് മിക്സ് ചെയ്താൽ ശരിയാകത്തുള്ളൂ. ഈ മസാല ഉണ്ടല്ലോ മീനിലോട്ട് നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കണേ. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. കാരണം നമ്മൾ വറുക്കുമ്പോൾ മസാല മീനിൽ നിന്ന് വിട്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. കുറച്ച് റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ, എന്നിട്ട് നമുക്ക് വറക്കാം മീൻ.
ഇതുപോലെ തന്നെയാണ് ഞാൻ മത്തിക്കും വറക്കാൻ മസാല ഉണ്ടാക്കുന്നത്. പക്ഷെ അതിൽ പെരുംജീരകപ്പൊടി ഇടുന്നില്ലെന്ന് മാത്രമേ ഉള്ളേ. അങ്ങനെ നമ്മുടെ 2 മീനും വറുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ചാളക്കറിയും കൂടി ആയോ നോക്കാം. അതുകൂടി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറെടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ചോറെടുക്കാം. അപ്പൊ ഇതിൽ കുറച്ച് കഷ്ണങ്ങളും കുറച്ച് കറികളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ വീഡിയോ എടുക്കണേക്കാൾ മുന്നേ എന്റെ ഹസ്ബൻഡിന് ഇന്ന് ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിയും പുള്ളിയുടെ ഫ്രണ്ട്സും എല്ലാം ഓൾറെഡി കഴിച്ചിട്ട് പോയേ. അവിയൽ മാത്രം ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാട്ടോ. അപ്പൊ അത് അധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വെജിറ്റേറിയൻ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. ആഹാ, ഇന്ന് അടിപൊളിയായിരുന്നു ഊണ്. ഞാൻ ഇന്നെ തന്നെ പോയിരുന്നല്ല കേട്ടോ, നല്ല ഫ്രഷ് മത്തിയായിരുന്നു. മത്തി എനിക്ക് ഭയങ്കര ഇഷ്ടം മത്തി. അപ്പൊ അതും ഈ അവിയലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം കൂടി അങ്ങ് പിന്നെ മീൻ വറുത്തതും എല്ലാം കൂടി ആയപ്പോ നല്ല അടിപൊളിയായിരുന്നു ഇന്നത്തെ ഊണ്. പിന്നെ ഞാനിന്ന് സൺഡേ കുക്കിംഗ് വ്ലോഗ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഞാൻ ഓൾറെഡി രാവിലെ ഉണ്ടാക്കിയ അപ്പവും മട്ടൺ സ്റ്റൂ ഓൾറെഡി ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഇനി വൈകിട്ടത്തേക്ക് ഞങ്ങള് പാൽക്കപ്പയായിട്ട് ഉണ്ടാക്കുന്നത്, അതിന്റെയും ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും പോയി എന്റെ ആ ഷോർട്സ് ഒന്ന് കാണണേ. ആഹാ, പാൽക്കപ്പയും മീൻകറിയും അതും ഒരു അടിപൊളി കോംബോ ആട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പോകുന്ന വഴിക്ക് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയിട്ട് പോണേ.